ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 1-ാം അധ്യായം ഇന്നലെ നമ്മൾ വായിച്ചു. അവിടെ ശമൂവേലിൻ്റെ ആ ജനനത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. എൽക്കാന ഹന്ന ദമ്പതികളുടെ മകനായി നാസർ വ്രതക്കാരനായി ഹന്നായുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകിയതായ മകനെ, അവനെ മുലകുടി മാറിയ ശേഷം ദേവാലയത്തിൽ കൊണ്ടുവന്ന പുരോഹിതൻ്റെ മുൻപാകെ അവനെ സമർപ്പിക്കുകയാണ്. അതിനുശേഷം ഹന്ന പാടുന്ന ഒരു സ്തോത്രഗാനമാണ് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ സ്തോത്രഗാനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം പുതിയ നിയമത്തിലും പരിശുദ്ധ മറിയം എലിസബത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ഗാനം പാടുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ. രണ്ടിലും ഏകദേശം ഒരേപോലുള്ള വാക്കുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ 12 മുതലുള്ളതായ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അന്നത്തെ മഹാപുരോഹിതനായ ഏലി പുരോഹിതൻ്റെ 2 മക്കൾ, അവർ അസന്മാർഗീയ ജീവിതം നയിക്കുന്ന ഒരു മക്കളായി ദൈവഭയമില്ലാത്തവരായിട്ടുള്ള അവരുടെ ചില പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ദൈവഭയമില്ലാത്തവരും ദുഷ്ടന്മാരുമായിരുന്നു. യഹോവയ്ക്ക് അർപ്പിക്കുന്നതായ യാഗത്തിൽ നിന്ന് മേധസ് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ നിന്ന് മുപ്പല്ലി കൊണ്ട പദാർത്ഥങ്ങൾ കുത്തിയെടുക്കുകയും അവർ ഭക്ഷ്യത്തിന് ശേഷമുള്ളത് മാത്രം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാരായി അവർ മാറുന്നതായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതൻ അവരെ അനുവദിച്ചിരുന്നു. എന്നാൽ ആ അനുവാദം അവരവിടെ ദുർവിനിയോഗം ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ചില സ്ത്രീകളെ അവർ വഷളാക്കുകയും ചെയ്യുന്നു. ഒരു നേതാവിൻ്റെ മക്കളെ, പ്രത്യേകിച്ചൊരു പുരോഹിതൻ്റെ മക്കൾ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു സമൂഹത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം മറ്റെല്ലാ ഗോത്രങ്ങളും പൗരോഹിത്യ ഗോത്രത്തെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു പുരോഹിതൻ്റെ മക്കളാണ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. പുതിയ നിയമത്തിലും ഇത് എല്ലാവർക്കും ബാധകമാണ്. പൗരോഹിത്യത്തിൽ നിന്ന് വിശ്വാസികൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും ജീവിത രീതികളൊക്കെ കാണുമ്പോൾ അവിടെ അവകാശിക്കപ്പെടുന്നത് അവരാരെ പ്രതികരിക്കുന്നുവോ ആ കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ് അവിടെ അപമാനിക്കപ്പെടുന്നത്. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇതറിഞ്ഞ ഏലി പുരോഹിതൻ അവരെ ഉപദേശിക്കുന്നുണ്ട്. അദ്ദേഹം ശിക്ഷണ നടപടി സ്വീകരിക്കേണ്ട ആളാണ്. കർശനമായ ശിക്ഷണ നടപടി സ്വീകരിക്കേണ്ട ആൾ. അതിനു പകരം അവരെ സാരോപദേശം നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ മക്കളെ, നിങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നതായി ഞാൻ കേൾക്കുന്ന ഈ വാർത്തകൾ നല്ലതല്ലെന്ന് മാത്രമാണ് അദ്ദേഹം അവിടെ പറയുന്നത്. എന്നാൽ ഇവർ പുരോഹിതൻ്റെ മക്കളെക്കാൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവനായ ഈ ശമൂവേലാകട്ടെ, അവൻ വളരെ ദൈവത്തിലുടെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി വളർന്നു വന്ന് 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഇപ്രകാരം ഒരു സാക്ഷ്യം നമ്മൾ വായിക്കുന്നുണ്ട്. യേശു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന്. അതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകൻ്റെ വളർച്ചയും. സാമ്പത്തികമായോ മറ്റു രീതിയിലോ ഉന്നത നിലവാരമുള്ളവരല്ല. ഒരുപാട് പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെയാണ്. പക്ഷേ പ്രാർത്ഥനയുടെ അനുഭവം ആ കുടുംബത്തിലുണ്ട്, മാതാവിലുണ്ടായിരുന്നു. അതിൻ്റെ അനുഭവമാണ് ശമൂവേലിൽ കാണാൻ സാധിക്കുന്നത്. ഏലി പുരോഹിതൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ആ പുരോഹിത ശുശ്രൂഷ ഒക്കെ ചെയ്യുന്നവനാണ്.
പക്ഷേ തൻ്റെ മക്കൾക്ക് വേണ്ടതായ മാർഗനിർദ്ദേശം നൽകുവാനോ ശിക്ഷണത്തിൽ അവരെ വളർത്താനോ അദ്ദേഹത്തിന് സാധിക്കാതെ പോയതിൻ്റെ ഒരു വലിയ പ്രത്യാഘാതം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും, ദൈവത്തെ നിന്ദിക്കുന്നവനെ ദൈവം നിന്ദിക്കും. എക്കാലവും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു കാര്യമാണ്. ദൈവികമായ ശുശ്രൂഷയിൽ ദൈവത്തെ മാനിക്കാത്തൊരു സാഹചര്യം വന്നാൽ ദൈവം ഒരിക്കലും അത് ഉൾക്കൊള്ളുകയില്ല. അത് നമ്മൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായിരുന്നാലും എല്ലാവരും ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണിത്. 32 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി അവർക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇസ്രായേൽ ജനത്തിലെ മറ്റു ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നതായ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് ഏലിയുടെ ആ സന്തതി പരമ്പരയുള്ളവരും അവർ അസ്വസ്ഥരാകുകയും അസൂയാലുക്കളാകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാകും. ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകേണ്ടത് ഇവർക്കായിരുന്നു, ദൈവിക ശുശ്രൂഷയിൽ അവരേർപ്പെട്ടതുകൊണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു ശാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. ഇത് പറയുന്നത്, നിൻ്റെ കുടുംബത്തിൽ പ്രായമുള്ളവർ ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് ദുർമരണം അവിടെ സംഭവിക്കുമെന്നുള്ളതാണ്. അതൊരു ശാപവാക്കുകളായി നമുക്ക് കാണാവുന്നതാണ്. പറയുന്നത്, ഞാൻ നിങ്ങളെ ബലിപീഠത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല, എന്നാൽ നിങ്ങൾ അസൂയ കൊണ്ടും ദുഃഖം കൊണ്ടും നിങ്ങളുടെ കണ്ണ് നിറയുകയും അസൂയ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ബലിപീഠത്തിൽ ഞാൻ നിങ്ങളെ പിടിച്ചയക്കുകയില്ല, പക്ഷേ ആ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളേറെ നിരാശരും ദുഃഖിതരുമാവേണ്ടി വരും. ബലിപീഠത്തിലെ ശുശ്രൂഷ ഏറെ സന്തോഷവും പ്രത്യാശാപൂർണമായ ആയിരിക്കേണ്ടതാണ്. അതിന് വിരുദ്ധമായി സംഭവിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ ആദരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞ് 34-ാം വാക്യത്തെ വായിക്കുന്ന, നിൻ്റെ പുത്രന്മാരായ ഹോപ്നിയും ഫിനെഹാസും ഈ അകൃത്യം ചെയ്തവർ ഒരേ ദിവസം തന്നെ മരിക്കുന്ന സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, അതിന് പകരം എനിക്ക് വേണ്ടി ഞാനൊരു പുരോഹിതനെ എഴുന്നേൽപ്പിക്കും, അവൻ വിശ്വസ്തയോടെ നീതിയോടെ അവിടെ പ്രവർത്തിക്കും. അത് ശമൂവേലിനെ കുറിച്ചാകാം, പുതിയ നിയമത്തിൽ ചിന്തിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുമാകാം. എന്നിട്ട് പറയാണ്, ഏലിയോട് പറയുന്നു, നിൻ്റെ മക്കൾ, നിൻ്റെ കുടുംബാംഗങ്ങൾ ഒരു അപ്പക്കഷണത്തിന് വേണ്ടിയും ഒരു വെള്ളിക്കാശിന് വേണ്ടിയും യാചിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഏതെങ്കിലും ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ അതുകൊണ്ട് ഉപജീവനം കഴിയാമായിരുന്നു എന്ന് വരെ ചിന്തിക്കുന്ന സാഹചര്യമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ദൈവം ഓരോ ദൗത്യം പരമേൽപ്പിച്ചിട്ടുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയിലുള്ളവരത്, മറ്റുള്ള ശുശ്രൂഷ ചെയ്യുന്നവരവരെ, ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുവോ അവിടെയൊക്കെ നീതിബോധത്തോടും സത്യസന്ധതയോടും ദൈവാനുഭവത്തോടും നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം അവിടെ ദോഷം നമുക്ക് വന്ന് ഭവിക്കാം. അതുകൊണ്ട് ഏത് മേഖലയിലായാലും ദൈവാനുഭവത്തോടും സത്യസന്ധതയോടും, ആ മേഖലയൊക്കെയും ദൈവം നമുക്ക് തന്നതാണ് പ്രവർത്തിക്കുവാൻ എന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇനി ശമൂവേലിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 2-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ ഒരാഴ്ച ബൈബിൾ റീഡിംഗ് ഇല്ല, കാരണം നാളെ മുതൽ ഓശാന ഞായറാഴ്ച ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട ചിന്തകളും വായനകളുമാണ് സഭയിൽ നടക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ അത് വായിക്കാൻ ഈസ്റ്ററിന് ശേഷം ഇതിൻ്റെ 3-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇതിൽ സഹകരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.